അപ്പോൾ ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതാണ് പൂജ. ചേച്ചിമോൻ ഓൺ ദ കോളിംഗ് കേട്ടോ ഗൈസ്. ചേച്ചിമോൻ വരും. വരത്തില്ലെന്നൊക്കെ പറഞ്ഞ സാധനം വരുവാണ് ഗൈസ്. ഉപ്പനെ കണ്ടോ ഗൈസ്? നമുക്കിപ്പോൾ ഇന്ന് ഭാഗ്യമുണ്ട്. ഉപ്പ് ചേച്ചി ഉപ്പൻ, ചേച്ചി ഉപ്പൻ, ചേച്ചി ഉപ്പൻ. നമുക്കൊരു ഭാഗ്യം എന്തോ ഉണ്ട് അല്ലേ? ഉപ്പനെ കണ്ടിങ്ങനെ ഭാഗ്യം വരും എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് നമ്മൾ പറഞ്ഞില്ലേ? നമ്മള് ക്രിസ്മസിന് പോകുന്നു. അതെ, വെട്ടം കാരണം നമ്മുടെ മോന്ത കാണത്തില്ല. പോട്ടെ, നമ്മൾ ക്രിസ്മസിന് കേക്ക് മേടിക്കുന്നില്ല ഗൈസ്. നമ്മൾ കേക്ക് കൈയും കൊണ്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ ക്രിസ്മസിന് ഇവിടെ ഓക്കെ, നമ്മൾ ക്രിസ്മസിന് കേക്ക് മേടിക്കുന്നില്ല. എന്തിനാണ് കേക്ക് മേടിച്ചത്? നമ്മൾ വെറുതെ പൈസ കളയുന്നത്. അതുകൊണ്ട് നമ്മൾ കേക്ക് കൈയും കൊണ്ടുണ്ടാക്കുകയാണ് ഗൈസ്. പുറകെ നിന്നൊക്കെ വണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. നമുക്കിനി കേക്ക് മേടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോറി പോവുകയാണ്. അപ്പോൾ നമുക്ക് മോറി വെച്ച് കാണാം. നമ്മൾ ഇപ്പോൾ എന്തൊക്കെ എടുത്തു എനിക്ക് അറിഞ്ഞൂടെ. എന്തൊക്കെയാണ് ചെയ്തത്? അത് എൻ്റെ അടുത്ത് നമ്മുടെ ചെല്ലിട്ട് പൈസ കണ്ടിട്ട് വേണം മാറ്റി മാറ്റി ഒരു സാധനം വെക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതെടുത്ത് വെച്ച് ഗൈസ്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. കേക്കിൻ്റെ പടം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കേക്ക് ഉണ്ടാക്കാനായിരിക്കണം, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കേക്കിൻ്റെ പടം വെക്കൂലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സോപ്പൊക്കെ കലക്കിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ബട്ടർ എവിടെയാണ്? ഇത് കൊണ്ടുപോ കേസ്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയില്ല കേസ്. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ശ്രദ്ധ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ. കണ്ടോ കേസ്? രണ്ടെണ്ണത്തിൽ ഏതാണോ ഒരു ചേച്ചി പറഞ്ഞ് കുലുക്കിയിട്ട് കുലുങ്ങുന്ന മേടിക്കണം. ഒരു ചേച്ചി പറഞ്ഞ് കുലുക്കിയിട്ട് കുലുങ്ങാത്ത മേടിക്കണം. എനിക്ക് ലക്കുണ്ടെങ്കിൽ അങ്ങനൊന്നും പറയുന്ന ലക്കില്ലെങ്കിലും ഇതെടുക്കണം. ഉണ്ടാവണം അല്ലേ? പൂജയുടെ അഭിപ്രായ പ്രകാരം ഫൈനലി നമ്മൾ ഇതെടുത്തിരിക്കുകയാണ്. ഗായ്സ്, എനിക്കപ്പോൾ ഒരു തൃപ്തി വരുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുവാണ്. പൊട്ടിക്കാൻ പോവാണ്. ഇതിനകത്ത് ഹാരി പോട്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം. ഇതിനകത്ത് ഹാരി പോട്ടർ ഉണ്ടോ? സ്പൂണൊക്കെ മാറ്റി ഞാൻ ആണ്ടിലൊരിക്കലാണ് മേടിച്ചത്. ഞാൻ 2ാം ക്ലാസ്സിലും കണ്ടാണ്. വേറെത്തിനാണോ? അതെ, കുലുക്ക് കറക്റ്റായിരുന്നു. നമുക്ക് ഈ പണി ചെയ്യണമെങ്കിൽ ഈ പേപ്പർ വായിച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടച്ചേക്കാൻ പേപ്പർ വായിക്കേണ്ട ആവശ്യമുണ്ട്. അത് മനസ്സിലാകത്തില്ല. അത് നമ്മൾ തന്നെ കൈ കൊണ്ട് തന്നെ പരിപാടി ചെയ്യാൻ പോണ്. വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ വായിച്ചു പേപ്പർ വായിച്ചു നോക്കിയിട്ട് ഇടുമ്പോഴായിരിക്കും മറ്റേ വയറ് കൂടെ കണ്ടോ ഗൈസ്? കണ്ടു ഗൈസ്. ഞാൻ ഒരു സാധനം കാണിക്കട്ടെ. ഗോ ലെഫ്റ്റ്. ഗൈസ്, നല്ലതായിട്ട് കിടന്നൊരു റോഡായിരുന്നു. എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെയാക്കിയ അവസ്ഥ. ആ കാറൊക്കെ പോകണുണ്ടോ? ഇതിലെ കൂടെ ഞങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ഇങ്ങനെയാണ് ഞങ്ങൾ വരുന്നത്. ഹായ് കാണിക്കേ. ഭയങ്കര അലമ്പാണ് ഗൈസ് ഇവിടുത്തെ പിള്ളേര് അല്ലേടാ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേച്ചി വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന്.
ഗൈസ് ഹലോ ഗൈസ് എൻ്റെ അക്കൗണ്ട് ഒരു ഹായ് പറയൂ. ഹലോ ഗൈസ് ഇതാണ് കുഞ്ഞൂട്ടൻ. ഇതാണ് കുഞ്ഞൂട്ടൻ്റെ എന്ത് ഒച്ചടി OTP അല്ല ഗൈസ്, OCD. ഇത്ര നല്ല റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് വരത്തില്ലായിരുന്നു ഗൈസ്. ഉപയോഗിക്കാതെ ഇത്ര കാര്യം നല്ല റെസ്റ്റോറൻറ്റ് ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ ഫ്രോഡിന് വരത്തില്ലായിരുന്നു ഗൈസ്. ഫ്രോഡ് ഇസ് ഓൾസോ ബാഡ് വേർഡ്. അപ്പൊ ഇതാണ് എന്റെ ചേച്ചി, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഞാൻ എന്നെ എല്ലാവർക്കും അറിയാം. അതെ, അഖില രാജ്കോട്ടെ. ഇവിടെ അങ്ങനെ പലതും പറയും, നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കണ്ട. നമ്മളപ്പോ ഐസ്ക്രീം നടക്കുവാണ് ഗൈസ്. നമ്മൾ നടന്ന അടുക്കളയുടെ വരാണ് ഗൈസ്. എന്റെ വ്ലോഗ് ചളവാക്കും ഗൈസ്. നമ്മുടെ പ്രിയപ്പെട്ട പൂജ കറിയും വേണ്ട ഇതൊന്നും ഞാൻ ചെയ്യാൻ ബാക്കിയൊക്കെ ഗൈസ്. ചാനൽ ഞാൻ മാറ്റുവാണ്. ചാനല് അല്ലല്ല ചാനൽ പറയും അങ്ങനെ മാറ്റിയിട്ട് മാറ്റിയിട്ട് ആ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. വീഡിയോ ഇട്ടിട്ടില്ല ഗൈസ്, വീഡിയോക്കെ നമ്മൾ ഇടാൻ പോകുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് സാധനം ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. ഒരാൾ ഒരുങ്ങാന്നാണ് പറഞ്ഞു പോയിട്ട് ചേച്ചിയും കുഞ്ഞുട്ടിനും അപ്പം പോയാണ്. ചേച്ചിമോനും കുഞ്ഞുട്ടിനും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടും കഷ്ടപ്പെട്ടുകൊണ്ട് മടുക്കുകയാണ് ഗൈസ്. നമുക്ക് വേറൊരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയായ ചേച്ചിയമ്മ. ഇപ്പോൾ ചേച്ചിയമ്മയായിട്ടാണ് ചേച്ചിമോൻ വന്നത് ഗൈസ്. അപ്പം നമ്മൾ ചാനൽ മാറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ, അവള് വെറുതെ വന്നിരിക്കും. ഇവിടെ ഒരു കിട്ടി വന്നിരിക്കുന്നതായിട്ട് ഇവിടുത്തെ ഓണിനോടായിരിക്കും, പക്ഷെ അല്ല. സോറി എനിക്കെന്താ നടക്കുവാണ് ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഗൈസ്. കട്ട് ചെയ്യരുത് എല്ലാം, ഞാൻ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യാൻ പാടില്ല. എന്നെ നല്ല രീതിയിലാക്കുന്നൊക്കെ ഞാൻ വീഡിയോ ഇടുള്ളൂ. ഞാൻ സ്പോയിലർ ഇട്ടേക്കാം. ശരിക്കും കിറുക്കാണ് ഗൈസ്. അപ്പൊ എന്റെ ഞങ്ങളുടെ കേക്ക് നമ്മളങ്ങനെ വ്ളോഗിന്റെ കണ്ടന്റിലേക്ക് വരികയാണ്. കേക്ക് ഉണ്ടാക്കാൻ പോവാ. ഉറുമ്പടിയാൻ പോവാണ്, കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഈ കേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിച്ച് നോക്കുന്നത്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് തന്നെ എടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ വാനിലയൊക്കെയാണ് എടുക്കാറ്. പർപ്പിളൊക്കെ എടുത്തിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ചോക്ലേറ്റ് ആണ് ആദ്യമായിട്ട് എടുക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വേണ്ടത് 3 മുട്ട, പിന്നെ എന്താണ് ഓയിൽ, മിൽക്ക് സോറി വാട്ടർ മിൽക്ക് വേണം കേട്ടോ. മിൽക്ക് വേണ്ട, ഇവർ പണി എടുപ്പിക്കാണ് ഗൈസ് എന്നെ കൊണ്ട്. വീട് 33 മിനിറ്റ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാണിക്കാം. 3 എഗ്ഗ് എടുക്കുക. ഇത് കണ്ടോ ഗൈസ്, ഞാൻ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. നമ്മളാണെങ്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ. ഞങ്ങൾ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കി. ഞങ്ങൾ ഇതിന് വലിയ പാത്രം വേണമായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, മുട്ടയാണ് ഗൈസ്. വീഡിയോ ഗൈസ് നമുക്ക് റെസിപ്പി നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇത് മിക്സാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തു ഗൈസ്. നമ്മളിനി ഇതിലേക്ക് എന്താ ഇടുന്നത്? ഇതിലേക്ക് നമ്മൾ മറ്റേ കേക്കിന്റെ സാധനം ഇടാൻ പോവാണ് ഗൈസ്. കേക്കിന്റെ പൗഡർ, കേക്കിന്റെ നമ്മളെ കൂടില്ലേ, അതായത് നമ്മള് വാങ്ങിച്ചിരിക്കണ കോക്കോ ഫുഡ്ജിന്റെ സാധനമാണ്. അപ്പൊ ഇതിന്റെ പൗഡർ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇത് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ്
അപ്പോൾ നമ്മൾ ഇതിൽ ബട്ടർ പേപ്പർ വാങ്ങിച്ച് ഇതിപ്പോൾ ബട്ടർ ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചോള് ബട്ടർ അല്ലോ കേക്കിൻ്റെ തന്നെ നമ്മൾ ബേക്ക് ചെയ്ത് കേക്ക് റെഡിയായി ഗൈസ്. യോ മോനെ അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. എന്നിട്ട് നമ്മൾ പേപ്പർ അൺബോക്സ് ചെയ്യണം. നമ്മളിവിടെ ചോക്ലേറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിന്റെ മുകളിൽ ഒഴിക്കാനായിട്ട്, കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ. ചേച്ചി ഇപ്പൊ ഇളക്കി തുടങ്ങിയുള്ളൂ, അതുവരെ പൂജിച്ചായിരുന്നു ഇളക്കിക്കൊണ്ടുള്ളത്. ഗൈസ്, അപ്പം നമ്മളിവിടെ നമ്മുടെ ഈ ചോക്ലേറ്റിന്റെ സിറപ്പല്ലേ, അത് നമ്മൾ ഒഴിക്കുകയാണ്. വീണ്ടും നമ്മൾ ഒത്തിരി നേരം വെച്ചിട്ട് തണുപ്പായി. പൊടിക്കാൻ നേട്ടെന്താ പൂരപ്പുറം പോലെ ഇരിക്കുന്നത്. നേട്ടെന്താ പൂരപ്പുറം പോലെ ഒരു പതിയടി. അപ്പൊ നമ്മളിവിടെ സ്ട്രോബെറി വെക്കുകയാണ്. വേണ്ട, വെച്ചോ വെച്ചോ. തൂർന്നു പോവാ. അടുക്കിന് വെക്കായിരുന്നല്ലേ. ഈ വക്കത്ത് ഇങ്ങനെ വെക്കണം. വെക്കാൻ പറ്റില്ല. അമ്മ കാണിച്ചല്ലേ ഇതുണ്ടോ, ഇതെല്ലാം കൂടി പൂജ ഉണ്ടാക്കിയത്. ഇവിടെ അടുക്കുന്ന സ്ട്രോബെറി എല്ലാം കൂടി സ്ലൈഡ് ചെയ്ത് അടുത്തേക്ക് പോയി. അവിടെ ഒരു കേക്കിന്റെ പേരിട്ടു സ്ട്രോബെറി സ്ലൈഡിങ് ഉണ്ടാക്കാം. പുതിയ നമ്മളപ്പോ കേക്ക് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അച്ഛമ്മൻ TV കാണുന്നിടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മൂന്നൊരു കേക്ക് ഉള്ളതല്ല, ഞങ്ങൾ ഈ കേക്ക് ഉള്ളതല്ല, ഞങ്ങൾ കേക്ക് കഴിക്കുന്നതല്ല. ഞങ്ങൾ നാളെ ജീവനോട് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കേക്ക് കഴിക്കുന്നതല്ല. ഞാനും ചേച്ചിയും എന്റെ ഭാര്യയും കേക്ക് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. നിങ്ങളെ വീഡിയോയിൽ കണ്ടു കാണുമ്പോ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനാണ് ഉണ്ടാക്കിയത്. Presenting you the cake made by കുഞ്ഞുകുട്ടൻ sliding strawberry cake. പുറകിൽ ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾ ചേച്ചി ഉണ്ടാക്കിയതാണ്. കണ്ടത് ഉണ്ടായിപ്പാണ്. ആദ്യമേ കഴിച്ചിട്ട് അത് കട്ട് ചെയ്യണം. നമ്മൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാത്രം കഴിച്ചതല്ല, അവരിവിടെ കഴിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അലിവയുടെ കാര്യത്തിൽ അത് ചെറുതായിട്ട് ജോക്ക് നമ്മൾ കാണിച്ചിരുന്നു എന്ത് സോഫ്റ്റ് ജോക്കാണ്. മോശമായിട്ട് പറഞ്ഞ ജോക്കാണ്.
അപ്പൊ ഗൈസ് നമ്മൾ vlog നിർത്തുന്നു ഗൈസ്. ബൈ. ചേട്ടാ ബൈ പറഞ്ഞോളൂ. അയ്യോ എവിടെ പോയി? ഓക്കേ ടാറ്റാ.